ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്ന് നമുക്ക് തമിഴ്നാട്ടിൽ ഹോട്ടലിൽ കിട്ടുന്ന ഒരു പ്രശസ്തമായ കട്ടർ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് നോക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ 4 പച്ചമുളക്. ഇതിൻ്റെ അകത്തുള്ള കുരുവെല്ലാം കളഞ്ഞ് വേണം എടുക്കാൻ കേട്ടോ. ഹോട്ടലിൽ അങ്ങനെ കുരുവോട് ഇടും, നമുക്ക് ഈ കുരുവെല്ലാം കളഞ്ഞെടുക്കാം. പിന്നെ ഒരു അര ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട്, ഹാഫ് ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഹോട്ടലിൽ ക്യാപ്സിക്കം ഒന്നും ഇടില്ല. പിന്നെ നമുക്ക് വീട്ടിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടി എടുത്തതാണ്. ഒരു ചുണ്ടക്കര വലുപ്പത്തിൽ പുളി വേണം, ഒരു കഷ്ണം വെളുത്തുള്ളി വേണം, പിന്നെ സകലം 1/4 ടീസ്പൂൺ ജീരകം വേണം, 2 സ്പൂൺ വെളിച്ചെണ്ണ വേണം, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ എടുക്കണം. ആദ്യം നമുക്ക് ചീനച്ചട്ടിയിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായി. നമുക്കിനി ജീരകം നന്നായിട്ട് മുരിയട്ടെ. ജീരകം മുരിഞ്ഞ് ഇനി നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് തിരിക്കും. അതുകൊണ്ടാണ് മുളക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരു കളയുമ്പോഴും അതുപോലെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കൈയൊക്കെ നീര്. സൂക്ഷിച്ച് വേണം, നൈഫ് വെച്ച് വേണം നമ്മൾ ആ കുരു കളഞ്ഞെടുക്കേണ്ടത്. ക്യാപ്സിക്കം കൂടെ ഇട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വളരെ രുചിയുള്ള ഒരു ചട്നിയാണ്. ക്യാപ്സിക്കവും അതുപോലെ മുളകും നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ആയി. ഇനി അതിലേക്ക് നമ്മൾ പുളിയിട്ട് ഉപ്പും കൂടെ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിടണേ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ കട്ടർ ചമ്മന്തി റെഡിയായി. ഇതിൻ്റെ കൂടെ 2 സ്പൂൺ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കഴിക്കാം. ഇത് ചക്കപ്പുഴുക്ക്, മരച്ചിനി, ഇഡലി, ദോശയ്ക്കൊക്കെ, കഞ്ഞിക്കൊക്കെ നന്നായിരിക്കും കേട്ടോ. വെരി വെരി ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ഈ ചമ്മന്തി കട്ടർ ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് തൈര് സാദം ഉണ്ടാക്കാം. കട്ടർ ചമ്മന്തിയും തൈര് സാദവും നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടത് 1 കപ്പ് ഇതുപോലെ വെള്ള അരി നന്നായിട്ട് വേവിച്ചെടുക്കണം, 1 കപ്പ് തൈര് വേണം, പിന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ, കടുക് വറുക്കാൻ സകലം കടുക്, 3 വറ്റൽ മുളക് എടുക്കണം, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിയണം, കരിവേപ്പില, മല്ലിയില. ഇതാണ് അത്യാവശ്യം. ഇതൊക്കെ അഡീഷണലാണ്. ഈ ഡ്രൈ ഗ്രേപ്സ്, കപ്പലണ്ടി, ഇത് പൈനാപ്പിൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ വേണം. നമുക്ക് ഇനി ചീനച്ചട്ടിയിൽ 2 സ്പൂൺ എണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം. എന്നിട്ട് കടുകിടാം. ചീനച്ചട്ടിയിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്യണം, ഇതിനേക്കാളും ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് വറ്റൽ മുളക്, പിന്നെ ഈ കപ്പലണ്ടി കൂടെ ചേർക്കാം. നട്ട്സ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. അത് കഴിഞ്ഞ് കരിവേപ്പില, ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടുണ്ട്, പൈനാപ്പിളും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. തൈര് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്.
ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഉപ്പ് വേണ്ടതോ അത് നോക്കിയിട്ട് പിന്നീട് ആഡ് ചെയ്താൽ മതി. തൈര് ഒത്തിരി കട്ടിയായിരിക്കണം എന്ന ആവശ്യമില്ല. ചോറ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ തൈരിൻ്റെ കൂട്ട് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ പുറത്ത് ഈ മല്ലിയിലയിട്ട് നമ്മൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. ഇതാ നമ്മുടെ തൈര് സാദം റെഡിയായി. തൈര് സാദവും കട്ടർ ചമ്മന്തിയും നെല്ലിക്ക അച്ചാർ സാമ്പാർ വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഇത് കൊടുത്തു വിടാം കേട്ടോ. നന്നായിരിക്കും, വളരെ ഹെൽത്തിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് ഓൾസോ താങ്ക്സ് ഫോർ വാച്ചിങ്.